നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് MBA കോഴ്സിനെ കുറിച്ചിട്ടാണ്. ഇതൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി അഥവാ PG കോഴ്സ് ആയതുകൊണ്ട് തന്നെ UG അഥവാ ബാച്ചിലേഴ്സ് ഡിഗ്രി ഏത് കോഴ്സ് പഠിച്ചവർക്കും MBA പഠിക്കാൻ പറ്റും. അതായത് BA, BSc, BTech അത്തരത്തിൽ ഏത് UG കോഴ്സ് എടുത്താലും MBA എന്ന ഉപരിപഠനത്തിന് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. 2 years ആണ് ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ രംഗത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമുക്കിതിൽ നിന്നും പഠിക്കാനുള്ളത്. നമ്മുടെ മാനേജ്മെന്റ് സ്കില്ല്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഇതെല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കാനും കൂടിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് MBA കോഴ്സ് കഴിഞ്ഞവർക്ക് ലഭിക്കുക. ഇന്ത്യയിലെ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളിലേക്കും MBAക്ക് അഡ്മിഷൻ ലഭിക്കാൻ CMAT, KMAT, NMAT, XMAT, CAT തുടങ്ങിയ പലതരത്തിലുള്ള എൻട്രൻസുകൾ വരുന്നുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റികൾക്കും ഓരോ എൻട്രൻസുകളാണ് വരാറുള്ളത്. ഇനി ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്കാണ് നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നതെങ്കിൽ അവരുടേതായ ഇന്റർവ്യൂ, മാർക്സ്, പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും അഡ്മിഷൻ ലഭിക്കുക. ഡിഗ്രി ഫൈനൽ ഇയർ ഒക്കെ അവസാനിക്കാറാകുമ്പോൾ KMAT എന്ന തരത്തിൽ ഒരു MBA അഡ്മിഷൻ എൻട്രൻസും വരുന്നുണ്ട്. ഇനി MBAയുടെ സിലബസിലെ കോർ സബ്ജക്റ്റുകൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, ബിസിനസ് എക്കണോമിക്സ്, ഓർഗനൈസേഷണൽ ബിഹേവിയർ, അക്കൗണ്ടിംഗ് ഫോർ മാനേജേഴ്സ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഫോർ മാനേജേഴ്സ്. ഇതിനെല്ലാം പുറമെ വർക്ക്ഷോപ്പുകളും സെമിനാറുകളും ഇന്റേൺഷിപ്പ് മുതലായവയും ഉണ്ടായിരിക്കും. ഇനി എടുത്തു പറയേണ്ട കാര്യമാണ് MBAയുടെ കൂടെ തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്ന സ്പെഷ്യലൈസേഷൻ ഏതൊക്കെയാണ് എന്നുള്ളത്. ഫിനാൻഷ്യൽ പ്ലാനിംഗ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ്, കോർപ്പറേറ്റീവ് ഫിനാൻസ്, റിസ്ക് മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് ഫിനാൻസിൽ നമ്മൾ പഠിക്കേണ്ടി വരും. ഇനി മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷൻ ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാന ഘടകമാണ്. സെയിൽസ് മാർക്കറ്റിംഗ്, സെയിൽസ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അഡ്വർടൈസിംഗ് തുടങ്ങിയ ടോപ്പിക്സ് ആണ് മേൽപ്പറഞ്ഞ മാർക്കറ്റിംഗിൽ വരുന്നത്. ഇനി പറയേണ്ട കാര്യം HR അഥവാ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ പറ്റിയാണ്. സ്റ്റാഫ് റിക്രൂട്ട്മെന്റ്, എംപ്ലോയി റിലേഷൻ, ടാലന്റ് മാനേജ്മെന്റ്, പെർഫോമൻസ് മാനേജ്മെന്റ്, ഓർഗനൈസേഷൻ ബിഹേവിയർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ പഠിക്കേണ്ടി വരും. ഇനി ഇതിനെല്ലാം പുറമെ ഓപ്പറേഷൻ മാനേജ്മെന്റ്, ഇൻഫർമേഷൻ ടെക്നോളജി അഥവാ IT, ഇന്റർനാഷണൽ ബിസിനസ് തുടങ്ങിയ സ്പെഷ്യലൈസേഷൻസും വരുന്നുണ്ട്. സോ MBA കോഴ്സിന് അഡ്മിഷൻ നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ 8072918097 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. പുതിയ വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. ബൈ.